മഴതോരും മുമ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗാധരമേനോനും അതുപോലെ മാലതിയും മുത്തശ്ശിയുടെ അടുത്തേക്ക് നമ്മുടെ മാലതിയുടെ അടുത്തോട്ട് വരികയാണ്. അങ്ങനെ വന്ന് വീട്ടിൽ കയറി ബെല്ലടിക്കുന്ന സമയത്ത് അലീനയാണ് വാതിൽ തുറക്കുന്നത്. ആ സമയത്ത് അലീന ആരാ മനസ്സിലായില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ നമ്മുടെ വൈജയന്തിയുടെ ഏട്ടനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് അയ്യോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ, നിങ്ങൾ കയറി ഇരിക്കി എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് സന്തോഷത്തോടു കൂടെ അവരെ സ്വീകരിച്ച് ഇരുത്തുന്നുണ്ട്. അങ്ങനെ അലീനയോട് മോളാരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ മുത്തശ്ശിയെ നോക്കാൻ വന്ന സെർവൻ്റാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മോളെ കണ്ടിട്ട് ഒരു പരിചയമുള്ള മുഖം പോലെ അതാ ചോദിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് സന്തോഷത്തോടെ കൂടെ ഓടി വന്നിട്ട് മുത്തശ്ശി ഇത് ആരാ വന്ന് നോക്കേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശിയും ആരേ ഇത് മോനോ എത്ര കാലമായിടെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഇപ്പോൾ സംശയമായിരുന്നു. വല്ലപ്പോഴും ആണ്ടർതിക്കല്ലേ നീ വരാറുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട് ഇപ്പോൾ അമ്മയെ കാണാൻ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഗംഗാധരൻ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർക്കുള്ള ചായയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അലീന. എന്നിട്ട് അവരെ ചായ കുടിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ അവർ ചായ കുടിക്കുന്ന സമയത്ത് അലീനയുടെ നാട് എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ നാട് കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്ത് എവിടെയാണ് വീടെന്ന് ചോദിക്കുമ്പോൾ വീടില്ല, അത് ഒരു ഓർഫനേജ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ആ ഓർഫനേജ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മോളുടെ അച്ഛൻ്റെയും അമ്മയും ഒക്കെ എവിടെയാണ്, അവരൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ സങ്കടത്തോടു കൂടിയാണ് അലീന മറുപടി പറയുന്നത്. എനിക്ക് അച്ഛനും അമ്മയും ഇല്ല എന്നുള്ള മറുപടിയാണ് അലീന കൊടുക്കുന്നത്. ആ സമയത്ത് മാലതി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്, പക്ഷെ നീ സത്യസന്ധമായിട്ട് വേണം മറുപടി പറയാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് എന്താ ഇപ്പോൾ ഇവർ ചോദിക്കുക എന്നുള്ള ഒരു ടെൻഷനോട് കൂടി നിൽക്കുകയാണ് അലീന. അങ്ങനെ മാലതി ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? എല്ലാം ബാലചന്ദ്രന് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു പ്രശ്നം വരാൻ കാരണം എന്താണെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അവർ നല്ല രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ 2 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് 2 ദിവസം മുന്നേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സാറ് വളരെ ദേഷ്യത്തോടു കൂടെയാണ് ഇവിടുന്ന് നിലമ്പൂരെങ്ങാനും പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി വന്നത്. അതിനുശേഷം വളരെ ടെൻഷനും അതുപോലെ തന്നെ വളരെ ദേഷ്യവുമായിരുന്നു. എന്നോടൊക്കെ വളരെയധികം സ്നേഹമായിരുന്നു, പക്ഷേ അന്നൊക്കെ എന്നോട് വലിയ ദേഷ്യം കാണിക്കുകയും പിന്നീട് ഞാൻ മുറിയിൽ പോയി നോക്കുന്ന സമയത്ത് അവിടെ വീണ് കിടക്കുകയുമാണ് കണ്ടത്. അവർക്കിടയിൽ ഇപ്പോൾ നല്ല അകൽച്ച വന്നിട്ടുണ്ട്. വൈജയന്തിയെ ആശുപത്രിയിൽ നിന്നും കാണാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ സാർ കൂട്ടാക്കുന്നില്ല. ഞങ്ങളൊക്കെ കയറി കണ്ടു, പക്ഷെ വൈജയന്തിയെ കാണണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണമായിട്ടും അവരെ കാണാൻ താല്പര്യമില്ല. അവരെ കണ്ടാൽ എനിക്ക് പ്രഷർ കൂടും എന്നുള്ള രീതിയിലാണ് സാർ പ്രതികരിക്കുന്നത്. എന്താ അവർക്കിടയിൽ സത്യമായിട്ടും സംഭവിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല, മാഡത്തിനും അറിയില്ല. മാഡവും ചോദിക്കുന്നുണ്ട് എല്ലാവരെയും കാണാൻ അനുവദിച്ചു, പക്ഷെ എന്നെ മാത്രം എന്താ കയറാൻ സമ്മതിക്കാത്തത് എന്നുള്ള രീതിയിലൊക്കെ മാഡവും ചോദിക്കുന്നുണ്ട്. എന്താണ് വ്യക്തമായിട്ട് എന്നുള്ളത് എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണ് അലീന. അങ്ങനെ അലീന പറയുന്നതൊക്കെ കേട്ടിട്ട് ഗംഗാധരമേനോൻ പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും അവരെ നല്ല രീതിയിൽ ആക്കിയിട്ട് പോവാനാണ് വന്നിരിക്കുന്നത്. ഇനി കുറച്ചു കാലം ഇവിടെ ഉണ്ടാകും. അവരെന്തായാലും ഒന്നിപ്പിച്ചേ പറ്റുകയുള്ളൂ. എന്താണ് അവർക്കിടയിലെ പ്രശ്നം എന്നൊക്കെ ആദ്യം കണ്ടെത്തണം, എന്നിട്ട് അവരെ ഒന്നിപ്പിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അലീനയോട് പറയുന്നുണ്ട്. എന്നിട്ട് മോളോട് എങ്ങനെയാണ് വൈജയന്തി നല്ല രീതിയിലാണോ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സങ്കടത്തോടു കൂടി എന്നെ അവർക്ക് ഇഷ്ടമല്ല, എന്നെ കാണുന്നിടത്ത് വെച്ചൊക്കെ എന്നോട് ശകാരിക്കുകയും എന്നോട് വളരെ മോശപ്പെട്ട രീതിയിലുമാണ് പെരുമാറാറുള്ളത്. പക്ഷെ സാർ അങ്ങനെയല്ല, സാറിന് എന്നെ വലിയ കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വൈജയ്ക്ക് എന്താ നിന്നോട് ഇത്ര വിരോധം വരാൻ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, പക്ഷേ അവരെന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത്. എനിക്ക് ഇവിടെ നിന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു, ആ സമയത്ത് പോലും എന്നെ ശകാരിക്കുകയും എനിക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്തു തന്നിട്ടില്ല. പക്ഷേ ഇവിടുത്തെ കൃഷ്ണമോളും ബാലചന്ദ്രൻ സാറും ഒക്കെ വളരെയധികം സപ്പോർട്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്ത് ആക്സിഡൻറ്റാണ് നിനക്കുണ്ടായതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഈ വീട്ടിൽ ആരോട് ചോദിച്ചാലും അതിനെക്കുറിച്ച് പറഞ്ഞു തരും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആയിക്കോട്ടെ, അത് പ്രശ്നമില്ല, ഞാൻ ചോദിച്ചറിഞ്ഞോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അല്ല ഈ വീട്ടിൽ നിനക്ക് ആരാണ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരെ, നിന്നെ സ്നേഹിക്കുന്നവർ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശിയും ബാലചന്ദ്രൻ സാറും കൃഷ്ണമോളും എനിക്ക് സപ്പോർട്ടാണ്, എന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്, ബാക്കിയുള്ളവർക്കെല്ലാം എന്നോട് ദേഷ്യമാണ് എന്നൊക്കെ പറയുകയാണ് അലീന. ആ സമയത്ത് മാലതി ചോദിക്കുന്നുണ്ട്, അല്ല ഇത്രയും കഷ്ടപ്പെട്ട് നീ എന്താ ഇവിടെ നിൽക്കുന്നത്, നിനക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകാൻ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ബാലചന്ദ്രൻ സാറിന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. ആ സമയത്ത് എനിക്ക് പോകാൻ തോന്നിയില്ല, ഞാൻ പോകാൻ നിൽക്കുകയായിരുന്നു. അത്രയ്ക്കും എന്നെ ഇവർ ഉപദ്രവിക്കുകയും നാണം കിടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മാലതി ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇവിടുന്ന് പോയാൽ പിന്നെ എങ്ങോട്ടാണ് പോവുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്കറിയില്ല, എനിക്ക് പോകാൻ ഒരിടമില്ല, പിന്നെ മനസ്സർ എന്തായാലും എനിക്ക്
ഒരു ജോലി വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ നിൽക്കുകയായിരുന്നു ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് അലീന. അങ്ങനെ പിന്നീട് സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മാലതിക്ക് ഒരുപാട് അലീനയെ അങ്ങ് ഇഷ്ടപ്പെട്ടു. വളരെ സൗഹൃദത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. പിറ്റേന്ന് രാവിലെ അവർ ഗംഗേട്ടനും അതുപോലെ മാലതിയും ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്തൊക്കെ ഇവരുടെ സംസാരത്തിൽ അലീനയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു. എന്നിട്ട് കഴക്കൂട്ടത്താണ് ഓർഫനേജിലാണ് ആ കുട്ടി എന്നൊക്കെയല്ലേ പറഞ്ഞത്. എനിക്കൊരു സംശയമുണ്ട് ഗംഗേട്ട, ഇനി നമ്മുടെ വൈജയന്തിയുടെ മകളാണോ അലീന എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഗംഗേട്ടൻ പറയുന്നുണ്ട്, നീ പറഞ്ഞ സത്യമാണ്, നിൻ്റെ സംശയവും ശരിയാണ്. വൈജയന്തി 22 വർഷങ്ങൾക്ക് മുമ്പ് പ്രസവിച്ച ആ ഒരു മകൾ അലീന തന്നെയാണ്. അത് ഈ ഒരു അച്ഛൻ അതൊക്കെ അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഓർഫനേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നതിൽ എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ് എന്നുള്ളതൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഉറപ്പ് വരുത്തുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ വന്നിട്ട് അന്ന് ഈ ഒരു ഫോട്ടോ കാണിച്ചിരുന്നു. അവളാണ്, ആ ഫോട്ടോയിലുള്ള ആ പെൺകുട്ടി തന്നെയാണ് ഇവള് എന്നുള്ളത് അവർ നമ്മുടെ ഗംഗേട്ടൻ മാലതിയോട് പറഞ്ഞിട്ട് ഉറപ്പ് വരുത്തി പറയുകയാണ്. എന്നിട്ട് എനിക്ക് സംശയമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ എനിക്ക് അത് ഉറപ്പായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്ത കേട്ടിട്ടാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് മാലതി. എന്നാലും വൈജ ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞില്ലല്ലോ, ഇനി അറിഞ്ഞു കഴിയുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും, അത്രയ്ക്കും ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അവർ.